ഇന്ന് ഞാൻ പുതിയൊരു ഗെയിമുമായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവരും അറിയാം പബ്ജി കളിക്കുന്ന പ്ലെയേഴ്സാണ്, ഞാനടക്കം പബ്ജി കളിക്കുന്ന പ്ലെയേഴ്സാണ്. പബ്ജി എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൻഡ്രോയിഡിൽ അത്യാവശ്യം നല്ലൊരു തരംഗമായിട്ട് വന്നൊരു ഗെയിമാണ്. അപ്പോൾ പബ്ജി കളിക്കാൻ കഴിയാത്ത കുറേ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഒരു ഗെയിമുണ്ട്, ഫ്രീ ഫയർ. അതിൻ്റെ റിവ്യൂ ഞാൻ ചെയ്തിരുന്നു, അതിൻ്റെ ഒരു ഗെയിം പ്ലേ ഞാൻ ചെയ്തിരുന്നു. ഈ രണ്ട് കാര്യങ്ങളും ഞാൻ ചെയ്തിരുന്നു. ഇന്ന് ഞാൻ അവർക്ക് വേണ്ടിയിട്ട് വേറൊരു ഗെയിമുമായിട്ടാണ് വന്നിരിക്കുന്നത്. പബ്ജിയേക്കാൾ പബ്ജി പോലെ തന്നെ നമുക്കൊരു ഗെയിമാണ്, പക്ഷേ ഇപ്പോഴും ഇത് ഡെവലപ്പിംഗ് മോഡിലാണ്. ഗെയിമിൻ്റെ പേരെന്ന് പറഞ്ഞാൽ സ്റ്റാൻഡ് ഓഫ് 2 എന്നാണ് ഗെയിമിൻ്റെ പേര്. സംഭവം പബ്ജിയുടെ അതേ എന്താ പറയുക ഒരു ലുക്കൊക്കെയാണ്, പക്ഷേ ഇതെന്താ പറയുക കുറച്ച് ചേഞ്ചസ് നമുക്ക് തോന്നും. കോൾ ഓഫ് ഡ്യൂട്ടി പോലുള്ള ഗെയിംസ് കളിക്കുന്നവർക്കറിയാം, പക്ഷേ കോൾ ഓഫ് ഡ്യൂട്ടിയേക്കാൾ കുറച്ചും കൂടി ഗ്രാഫിക്സ് കുറവാണ്. കുറേ ഗെയിംസ് ഉണ്ട് ഇതേ ലുക്കിൽ വരുന്നത്. അപ്പോൾ അതിനകത്ത് വരുന്നൊരു മൾട്ടിപ്ലെയർ ഗെയിമാണ് ഇത്. പബ്ജിയെ അപേക്ഷിച്ച് കുറേ പ്രശ്നങ്ങൾ അഥവാ കുറേ എന്താ പറയുക കുറേ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഇനിയും വരാനുണ്ട്. പക്ഷേ അത് പതിയെ വന്നോളൂ എന്ന് നമുക്ക് വിശ്വസിക്കാം. നമ്മളിപ്പോൾ പബ്ജി ആദ്യം വന്നപ്പോൾ കുറേ അപ്ഡേഷൻസ് അന്ന് പോലും ഉണ്ടായിരുന്നില്ല, പക്ഷേ അന്ന് നമ്മളതിനെ സ്വീകരിച്ചു. അപ്പോൾ അതേപോലെ അഥവാ ഇനി ഹിറ്റാകുമ്പോൾ എന്നൊരു ഗെയിം ആയിരിക്കാം ഇത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ചെറിയ ഗെയിം പ്ലേ ചെയ്ത് നോക്കാം. സ്റ്റാൻഡ് ഓഫ് 2 എന്നാണ് ഗെയിമിൻ്റെ പേര്. നമ്മുടെ യൂണിറ്റി എന്ന് പറയുന്ന ഏറ്റവും നമ്മൾ കാണുന്ന എത്രയോ ഗെയിംസ് ഉണ്ടാക്കിയ ഒരു കമ്പനിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഗെയിം കുഴപ്പമില്ലാതെ എല്ലാ ഫോൺസിലും വർക്ക് ചെയ്യുന്നുണ്ട്. 400 MB താഴെ ഇതിൻ്റെ MB വരുന്നുള്ളൂ. നമുക്ക് ഗെയിമിലോട്ട് ഇനി ബാക്കി നോക്കാം. ഗെയിമിൻ്റെ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓൺലൈൻ ഗെയിമാണ്, നമുക്ക് ഓഫ്ലൈനായിട്ട് കളിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, എൻ്റെ പേര് ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് എൻ്റെ പേര്. പിന്നെ നമുക്ക് ഇതിനകത്ത് സാധാരണ മറ്റേ ഫ്രണ്ട് റിക്വസ്റ്റ് പറ്റും, പക്ഷേ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഇത് കളിക്കുന്നവരുണ്ടോ എന്ന് എനിക്കറിയില്ല. എൻ്റെ ഒരു ഫ്രണ്ട്സും ഇത് കളിക്കുന്നില്ല. പിന്നെ നമ്മുടെ സ്റ്റാറ്റിക്സ് ദാറ്റ് മീൻസ് നമ്മൾ കളിച്ചതിൻ്റെ എന്താ പറയുക കളിച്ചതിൻ്റെ ഒരു ആവറേജ് എടുക്കുന്നത്. പിന്നെ നമ്മുടെ ക്ലാന് അതിപ്പോൾ നമ്മുടെ പബ്ജിയിലും വന്നു തുടങ്ങിയിട്ടുണ്ട് ക്ലാന്, പക്ഷേ ഇതിപ്പോൾ ഡെവലപ്പിംഗ് മോഡായതുകൊണ്ട് കൺസ്ട്രക്ഷനിലാണ്. പിന്നെ നമുക്ക് എന്താ സാധാ നമ്മുടെ പബ്ജിയിൽ കാണുന്ന എല്ലാ സെറ്റിങ്സും ഞാൻ ഇതിൽ കണ്ടിട്ടുണ്ട്. FPS കൗണ്ട് വരെ നമുക്ക് ഇതിനകത്ത് ഓട്ടോമാറ്റിക്കലി നമുക്ക് തന്നെ വെക്കാം. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓരോരോ ചെറിയ ചെറിയ മിഷൻസ് ഉണ്ടാവും ഇതിനകത്ത്. അതിനേക്കാൾ ബെറ്റർ നമ്മൾ മൾട്ടിപ്ലെയർ ആയിട്ട് കളിക്കുന്നതാണ്. ഞാനിന്ന് റാൻഡ് ആയിട്ടാണ് കളിക്കുന്നത്. അതിനകത്തും തന്നെ 3 തരമുണ്ട്, ഡെത്ത് മാച്ച് ഉണ്ട്, ഡിഫ്യൂസ് ഉണ്ട്, ആം റേസ് ഉണ്ട്. ഇതിൻ്റെയൊക്കെ മാറ്റങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല വലിയ മാറ്റങ്ങളുണ്ട്. നമ്മൾ പബ്ജിയിൽ ഓരോ സർവൈവിൽ കളിക്കുന്ന പോലെ തന്നെ പല പല മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതിനെയൊക്കെ പറ്റിയിട്ട് വേറൊരു വീഡിയോ വേണമെങ്കിൽ ഞാൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്നൊരു ചെറിയ റിവ്യൂ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് നോക്കാം. ഓക്കെ, കുറച്ച് ടൈം എടുക്കും, കാരണം ഇപ്പോൾ നമ്മുടെ ഇതിനെ വേണ്ടത്ര പ്ലെയേഴ്സൊന്നും ഇതുവരെ ആയിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ടൈം പിടിക്കുമായിരിക്കും.